ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗോഡ്സില്ല എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ കഥയാണ്. ആദ്യത്തെ ഭാഗത്തിന്റെ നേരെ ബാക്കിയാണ് കേട്ടോ ഈ കഥ. ആദ്യ ഭാഗം നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാനിപ്പോ മുകളിൽ ഐ ബട്ടണിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. ഈ സിനിമയുടെ ആദ്യം കാണിക്കുന്നത് 2014 നടന്ന ആ സംഭവമാണ്. അതായത് ഗോഡ്സില്ല ആ മ്യൂട്ടോകളെ കൊന്നു കളഞ്ഞില്ലേ, ആ രാത്രിയിലെ കാര്യങ്ങൾ. അന്നത്തെ ആ ആക്രമണത്തിൽ ഒരുപാട് ജനങ്ങൾക്ക് അപകടം പറ്റിയിട്ടുണ്ട്. പല ആളുകളുടെയും കുടുംബം തന്നെ ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പെട്ടതാണ് മാർക്കസിന്റെ ഫാമിലി. അവർക്ക് 2 മക്കളായിരുന്നു. ആ ഒരു ദുരന്തത്തിൽ അവരുടെ മകൻ മരിച്ചു പോയിട്ടുണ്ട്. മകന്റെ പേര് ആൻഡ്രൂ എന്നാണ്. അവൻ മരിച്ചതിന്റെ വിഷമത്തിൽ നിൽക്കാണ് അവർ. ഈ സമയത്താണ് പണിയെല്ലാം തീർത്തിട്ട് ഗോഡ്സില്ല കടലിലേക്ക് പോകുന്നത്. അതിനെ കാണുമ്പോൾ അവർക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. കാരണം അവരുടെ മകൻ മരിക്കാൻ കാരണം ആ ജീവിയാണല്ലോ. പക്ഷെ ഇത്രയും വലിയൊരു ജീവിയെ ഇവരെന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് തന്നെ വളരെ നിസ്സഹായരായിട്ട് അതിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവർ. അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടിപ്പോ 5 വർഷങ്ങളായി. മാർക്കസിന്റെ ഭാര്യയായ എമ്മ ഇപ്പോൾ അവളുടെ വീട്ടിലിരിക്കുകയാണ്. മകൻ നഷ്ടപ്പെട്ടതിന്റെ വിഷമമൊന്നും അവർക്ക് ഇതുവരെയായിട്ടും പോയിട്ടില്ല. മകൻ നഷ്ടപ്പെട്ടതിന് ശേഷം അവളും അവളുടെ മകളായ മാഡിസണും കൂടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അവരുടെ ഹസ്ബൻഡായ മാർക്ക് ഇപ്പോൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ഈ സമയം അവളുടെ വീട്ടിലെ ടിവിയിൽ ന്യൂസ് കാണിക്കുന്നുണ്ട്. അന്നത്തെ ആക്രമണത്തിനെ കുറിച്ചിട്ട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ ആക്രമണത്തിന് ശേഷം ഗോഡ്സില്ലയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. അന്നുണ്ടായ നാശനഷ്ടങ്ങൾക്കെല്ലാം ഉത്തരവാദിത്വം മൊണാർക്ക് എന്ന കമ്പനിയുടെ മേലെയാണ് ഗവൺമെന്റ് ചെലുത്തിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഇതുപോലുള്ള മോൺസ്റ്റേഴ്സിനൊക്കെ ഉടനെ തന്നെ കണ്ടുപിടിച്ച് ഇല്ലാതാക്കണം എന്നിങ്ങനെ ഒരുപാട് സമ്മർദ്ദം ആ കമ്പനിക്ക് മേലെ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ്. ഈ എമ്മയും അവളുടെ ഹസ്ബൻഡായ മാർക്കും ഈ മൊണാർക്ക് എന്ന കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ മാർക്ക് ഇപ്പോൾ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടുണ്ട്. അയാളിപ്പോ മറ്റു പല കാര്യങ്ങളുമായിട്ട് ഒറ്റയ്ക്ക് നടക്കുകയാണ്. ആ ന്യൂസിൽ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് 2014 ആ ദുരന്തത്തിന് ശേഷം മൊണാർക്ക് വേറെയും ചില മോൺസ്റ്റേഴ്സിനൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ജീവികളെ ഒന്നും പുറം ലോകത്തെ കാണിച്ചിട്ടില്ല. അവറ്റകളെ എല്ലാവരെയും മൊണാർക്ക് എന്ന കമ്പനി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് നാട്ടിലെ ആളുകൾ മൊത്തം പറഞ്ഞു നടക്കുന്നത്. എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ന്യൂസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് എമ്മ. അങ്ങനെ ആ ന്യൂസ് ഒക്കെ കേട്ട് കഴിഞ്ഞിട്ട് എമ്മ വേഗം തന്നെ അവളുടെ മകളായ മാഡിസന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അതിനുശേഷം അവർ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് അവിടെ ഒരു ഭൂമികുലുക്കം പോലെ അനുഭവപ്പെടുന്നത്. മാത്രമല്ല ഒരു ജീവിയുടെ ഉറക്കെയുള്ള അലർച്ചയും കേൾക്കാം. ആ ശബ്ദമെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എമ്മയുടെ വയർലെസ്സിൽ ഒരു കോള് വരുന്നത്. എത്രയും പെട്ടെന്ന് കണ്ടെയ്ൻമെന്റിലേക്ക് വരണം എന്നാണ് ആ കോളിൽ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവൾ ആ കോള് കട്ട് ചെയ്യുന്നു. അവളിപ്പോ നിൽക്കുന്നത് മൊണാർക്കിന്റെ തന്നെ ഒരു ഔട്ട് പോസ്റ്റിലാണ്. ചൈനയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ എമ്മയും മാഡിസണും കൂടെ വേഗം തന്നെ ആ കണ്ടെയ്ൻമെന്റിന്റെ അകത്തേക്ക് പോകുന്നു. ഈ സമയം അവിടുത്തെ ഒരു ജോലിക്കാരൻ അവളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എമ്മ അയാളോട് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അയാൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ തുടങ്ങി. ഒരു വലിയൊരു മോൺസ്റ്ററിനെ അവരതിനകത്ത് പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇത്രയും സമയം ഉറക്കമായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് അത് എഴുന്നേറ്റത്. അതോടൊപ്പം തന്നെ അത് അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അതിന്റെ റേഡിയേഷൻസിന്റെ ലെവലെല്ലാം നല്ല രീതിയിൽ വർദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ ഇപ്പോൾ അവളോട് പറയുന്നത്. അങ്ങനെ അവർ വേഗം തന്നെ ആ ജീവിയുടെ അടുത്തെത്തി. ആ ജീവി ഇപ്പോഴും അതിന്റെ കൊക്കൂന്റെ അകത്താണ്. അതിങ്ങനെ പതുക്കെ പതുക്കെ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം വളരെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ആ ജീവി ആ കൊക്കൂണിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നു. ആ ജീവിക്ക് അവരിട്ട പേര് മോത്ര എന്നാണ്. പക്ഷെ അവർ വിചാരിച്ച പോലെ ആ ജീവി അത്ര പാവമൊന്നും ആയിരുന്നില്ല. പെട്ടെന്ന് അത് അവിടെയുള്ള സാധനങ്ങളൊക്കെ തല്ലി പൊളിക്കാൻ തുടങ്ങി. ആ ജീവിയെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ലേസർ സിസ്റ്റം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ലേസർ ഓൺ ആക്കി കഴിഞ്ഞാൽ ആ ജീവിക്ക് പുറത്തേക്ക് വരാൻ സാധിക്കത്തില്ല. അത് ഓൺ ആക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. പക്ഷെ അവരെത്ര ശ്രമിച്ചിട്ടും ആ ലേസർ സിസ്റ്റം ഒന്നും ഓൺ ആവുന്നില്ല. ആ ജീവിയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകളെയൊക്കെ ആക്രമിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ആളുകളെല്ലാവരും അതിന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അതും കൂടെ ആവുമ്പോൾ ആ ജീവിയുടെ ദേഷ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതും തിരിച്ചെല്ലാവരെയും ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഒരു തരത്തിലുള്ള വെബാണ് അത് പുറത്തേക്ക് വിടുന്നത്. അത് ദേഹത്ത് തട്ടുമ്പോൾ എല്ലാവരും തെറിച്ചു പോയിട്ട് ആ വെബിന്റെ അകത്ത് കുടുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ആ ജീവി അവിടെ മൊത്തം നശിപ്പിക്കുന്ന കാണുമ്പോൾ എമ്മ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ അവളുടെ ഒരു കമ്പ്യൂട്ടർ എടുത്തിട്ട് ആ ജീവിയെ പിടിച്ചു വെച്ചിരിക്കുന്ന റൂമിന്റെ അകത്തേക്ക് കയറി പെട്ടെന്ന് തന്നെ വാതിലടയ്ക്കുന്നു. അവളുടെ കയ്യിലുള്ള കമ്പ്യൂട്ടറിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ പേര് ഓർക്ക എന്നാണ്. ഈ എമ്മ കുറെ കാലമായിട്ട് ഇതുപോലുള്ള ജീവികളുടെ പുറകിൽ തന്നെയായിരുന്നു. ആ ജീവികളെല്ലാം പരസ്പരം സംസാരിക്കുന്നത് ഒരു പ്രത്യേകതരം സൗണ്ടിലാണ്. ആ സൗണ്ട് എല്ലാം ഇവൾ ആ കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറിൽ നിന്നുള്ള ചില സൗണ്ടുകൾ വെച്ചിട്ട് ഇതുപോലുള്ള മോൺസ്റ്റേഴ്സിനെ അവൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആ കമ്പ്യൂട്ടറിലുള്ള ശബ്ദങ്ങൾ വെച്ചിട്ട് ആ ജീവിയെ അടക്കി നിർത്താനുള്ള ശ്രമത്തിലാണ് അവൾ പലതരം സൗണ്ടുകൾ പുറത്തേക്ക് വിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ആ ജീവിയാണെങ്കിൽ അടങ്ങുന്നില്ല. അതിപ്പോൾ എമ്മയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം കണ്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ് മാഡിസൺ. അവൾ പെട്ടെന്ന് തന്നെ ആ ഡോറും തുറന്നിട്ട് നേരെ അകത്തേക്ക് ചെല്ലുന്നു. ഈ സമയം ആ ജീവിയാണെന്നുണ്ടെങ്കിൽ അവരെ കൊല്ലാനായി അവരുടെ തൊട്ടടുത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കും എമ്മ മറ്റൊരു സൗണ്ടും കൂടെ പുറത്തേക്ക് വിടുന്നു. ആ ശബ്ദം അതിന് കറക്റ്റ് ആയിരുന്നു. ആ ശബ്ദം കേൾക്കുമ്പോൾ പിന്നീട് ആ ജീവി അറ്റാക്ക് ചെയ്യുന്നില്ല. അത് വളരെ അനുസരണയോടെ അവരുടെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്.
നിൽക്കുകയാണ്. അതെല്ലാം കണ്ട് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് എമ്മയും മാഡിസണും. പെട്ടെന്നാണ് അവിടെ ഒരു പൊട്ടിത്തെറി നടക്കുന്നത്. കുറെ ആളുകൾ അതിനകത്തേക്ക് അതിക്രമിച്ച് കയറുന്നുണ്ട്. വന്ന ഉടനെ തന്നെ അവിടെ നിൽക്കുന്ന മുഴുവൻ സയന്റിസ്റ്റുകളെയും ആ വന്നവന്മാർ കൊന്നുകളയുന്നു. ആ വന്ന ആളുകളുടെ ലക്ഷ്യം എമ്മയും അവളുടെ കയ്യിലുള്ള കമ്പ്യൂട്ടറുമാണ്. അതുകൊണ്ട് തന്നെ എമ്മയാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ്. ഇതേ സമയം തന്നെ രാജ്യത്തൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊണാർക്കിലെ ആളുകൾ രാജ്യത്തിന്റെ മേലധികാരികളുടെ അടുത്ത് എന്താണ് അവരുടെ ലക്ഷ്യം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് മൺമറഞ്ഞു പോയൊരു പുരാതന ജീവിവംശത്തിന്റെ തിരിച്ചുവരവാണ്. ഗോഡ്സില്ല, മ്യൂട്ടോകൾ, കോങ്, അങ്ങനെ ഒരുപാട് എണ്ണമുണ്ട്. ഞങ്ങൾ വിചാരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടെത്തിയ ടൈറ്റനുകളും ഇവരെ പോലുള്ള മറ്റു ജീവികളും നമ്മുടെ ലോകത്തിന് ഒരു സന്തുലനാവസ്ഥ കൊണ്ടുവരുന്നവയാണെന്നാണ്. ആ ജീവികളിൽ ചിലത് നമുക്ക് ഭീഷണിയാണെങ്കിലും മൊണാർക്കിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവയിൽ ഏത് ജീവിയാണ് നമുക്ക് ഭീഷണിയുള്ളതെന്നും ഏതൊക്കെയാണ് നമ്മളെ സംരക്ഷിക്കാൻ വന്നിരിക്കുന്നതെന്നും രണ്ടും വേർതിരിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ മൊണാർക്കിന്റെ ഒരാള് പറയുമ്പോഴേക്കും ആ സെനറ്റർ ഇടയിൽ കയറി സംസാരിക്കാൻ തുടങ്ങി. മതി നിങ്ങളുടെ ഹിസ്റ്ററി ക്ലാസ് ഒക്കെ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ മൊണാർക്ക് എന്ന കമ്പനി സ്ഥാപിച്ചിരിക്കുന്നത് ഈ ജീവികളെ കണ്ടുപിടിച്ച് അതിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങൾ ഇതുവരെയായിട്ടും എത്ര ജീവികൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നോ അവ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്നോ ഒന്നിനും ശരിയായ ഒരു വിശദീകരണം തന്നിട്ടില്ല. മാത്രമല്ല നിങ്ങൾ ആ ജീവികളെ സംരക്ഷിക്കാനുമാണ് ശ്രമിക്കുന്നത്. അത് ഇവിടുത്തെ ജനങ്ങളുടെ നിലനിൽപ്പിനെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ജീവികളെ ഉടനെ തന്നെ ഇല്ലാതാക്കാൻ ഞങ്ങൾ പട്ടാളത്തിന് ഏൽപ്പിക്കാൻ പോവാണ് എന്നൊക്കെയാണ് ആ ലേഡി പറയുന്നത്. ഈ സമയം അതിന് മറുപടി പറയുന്നത് ഡോക്ടർ സിർസോവയാണ്. അവരെ കൊല്ലുന്നത് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും. പിന്നെ നിങ്ങളിപ്പോ ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് അവറ്റകൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന്. അതിന്റെ കാരണം നമ്മൾ തന്നെയാണ്. നമ്മുടെ ന്യൂക്ലിയർ പരീക്ഷണങ്ങളാണ് ഗോഡ്സില്ല എന്ന ജീവിയെ ഉണർത്തിയത്. വളരെ ആഴത്തിലുള്ള ഖനനങ്ങളാണ് ആ മ്യൂട്ടോകളെ പോലുള്ള ജീവികളെ ഉണർത്തിയിരിക്കുന്നത്. അങ്ങനെ ഇവിടേക്ക് വന്ന പല ജീവികളും തിരിച്ചു വരാനുള്ള കാരണം നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിനി ചെയ്യാൻ സാധിക്കാന്ന് പറയുന്നത് അവരുടെ കൂടെ ഒരുമിച്ചൊരു ജീവിതം നയിക്കാന്നുള്ളത് മാത്രമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സിറിസോവ അവരോട് പറയുന്നത്. ഈ സമയത്താണ് അവർക്കൊരു മെസ്സേജ് വരുന്നത്. അത് കുറച്ചു മുമ്പേ ആ മൊണാർക്കിന്റെ ഔട്ട് പോസ്റ്റിൽ ഉണ്ടായ സംഭവത്തെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. ആ മെസ്സേജ് കണ്ട ഉടനെ തന്നെ സിറിസോവയും ടീമും വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം തന്നെ എമ്മയുടെ ഹസ്ബൻഡായ മാർക്ക് ആണെങ്കിൽ കാട്ടിലാണ്. അയാൾ ഇപ്പോൾ അവിടുത്തെ മൃഗങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് സിറിസോയും ടീമും ഒരു ഹെലികോപ്റ്ററിൽ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവർ വേഗം മാർക്കിനെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവർ നേരെ ചെല്ലുന്നത് കാട്ടിനകത്തുള്ള മാർക്കിന്റെ ഒരു വീട്ടിലേക്കാണ്. അതിനുശേഷം കാര്യങ്ങളെല്ലാം അയാളോട് പറയാൻ തുടങ്ങി. അവർ പറയുന്നത് എമ്മയെയും മാഡിസനെയും തട്ടിക്കൊണ്ടുപോയ കാര്യങ്ങളൊക്കെയാണ്. ആ ഓർക്ക എന്ന് പറയുന്ന ഡിവൈസ് വർക്ക് ചെയ്യിക്കാനായിരിക്കും ഒരുപക്ഷെ അവരെ കൊണ്ടുപോയിരിക്കുന്നത് എന്നൊക്കെയാണ് സിറിസോവയും കൂട്ടരും പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അയാൾക്ക് ദേഷ്യമാണ് വരുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർക്ക എന്ന് പറയുന്ന ഡിവൈസ് ഈ മാർക്കും എമ്മയും കൂടെ നിർമ്മിച്ചതാണ്. അത് അവരുടെ ഒരു കോളേജ് പ്രൊജക്റ്റ് ആയിരുന്നു. തിമിംഗലങ്ങൾ കരയിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ഡയറക്ഷൻ മാറ്റിവിടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഡിവൈസ് അവരുണ്ടാക്കിയത്. കോളേജിന്റെ സമയം കഴിഞ്ഞപ്പോൾ അയാൾ അത് നശിപ്പിച്ചതുമാണ്. പിന്നെ എന്തിനായിരിക്കും എമ്മ അത് വീണ്ടും നിർമ്മിച്ചത് എന്നാലോചിച്ചിട്ടാണ് അയാൾക്ക് ഇത്ര ദേഷ്യം. ഇതൊന്നും കൂടാതെ ആ ഡിവൈസിന് മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട്. അതിൽ നിന്നും തെറ്റായ ഏതെങ്കിലും ഒരു ഫ്രീക്വൻസി ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മോൺസ്റ്റേഴ്സിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ മോൺസ്റ്റേഴ്സ് ആ നഗരം മൊത്തം നശിപ്പിക്കും എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ തേടിയിട്ട് തന്നെ വന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന അത്ര ആ ഡിവൈസിനെ കുറിച്ച് മറ്റാർക്കും തന്നെ അറിയത്തില്ല എന്നാണ് എമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ അത് കണ്ടുപിടിക്കണം എന്നൊക്കെയാണ് സിറിസോവ പറയുന്നത്. തന്റെ ഭാര്യയുടെയും മകളുടെയും കാര്യമായതുകൊണ്ട് തന്നെ അയാൾക്ക് അവരെ സഹായിക്കാന്നല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല. അങ്ങനെ അവരെല്ലാവരും കൂടെ മാർക്കിനെയും കൂട്ടി വീണ്ടും അവിടെ നിന്ന് യാത്രയാവുന്നു. അവർ ആ ഹെലികോപ്റ്ററിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് അവരുടെ കൂട്ടത്തിലെ കോൾസൺ എന്ന് പറയുന്ന ആള് എമ്മ പുനർനിർമ്മിച്ച ആ ഡിവൈസിനെ കുറിച്ചിട്ട് വീണ്ടും പറയുന്നത്. അതായത് പലതരം ടൈറ്റനുകളുടെ ഫ്രീക്വൻസി വെച്ചിട്ടാണ് അവൾ ആ ഡിവൈസ് വീണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഫ്രീക്വൻസി കടത്തിവിടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാ ജീവികളും അതിനോട് പ്രതികരിക്കും. അവരെ ആകർഷിക്കാനും അവരെ വികർഷിക്കാനും ചില സമയങ്ങളിൽ അവരെ ശാന്തരാക്കാൻ വരെ ആ ഡിവൈസ് കൊണ്ട് സാധിക്കും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ടൈറ്റൻസിന്റെ ഫ്രീക്വൻസി വെച്ചിട്ടാണ് അവൾ അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നത് മാത്രം ഞങ്ങൾക്ക് അറിയത്തില്ല. ആ ഫ്രീക്വൻസി നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആ ഓർക്ക എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എമ്മയെയും മാഡിസനെയും കൂടെ നമുക്ക് കണ്ടെത്താം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതെല്ലാം കേട്ടുകൊണ്ട് ആ ടാബിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മാർക്ക്. അതിൽ നിന്ന് അയാൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഒന്നും രണ്ടും ഒന്നുമല്ല, ഒരുപാട് ടൈറ്റൻസിന്റെ ഫ്രീക്വൻസികളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് അയാളെ ശരിക്കും ഞെട്ടിക്കുന്നത്. അപ്പൊ നിങ്ങൾ ടോട്ടൽ എത്ര ടൈറ്റൻസിനെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ ഇപ്പോൾ 17 ടൈറ്റൻസിനെ കണ്ടെത്തിയിട്ടുണ്ട്. അവറ്റകളെയൊക്കെ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് സിറിസോവ പറയുന്നത്. എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ കൊല്ലാത്തത്? മാർക്ക് വീണ്ടും അത്ഭുതത്തോടെ ചോദിക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ഗവൺമെന്റിന്റെ ഉദ്ദേശവും അവറ്റകളെ കൊല്ലാന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഞങ്ങൾ ചിന്തിക്കുന്നത് ആ ജീവികളുടെ കൂട്ടത്തിൽ നമ്മളെ സഹായിക്കുന്ന പല ജീവികളും ഉണ്ടെന്നാണ്. അതുകൊണ്ട് അവറ്റകളെ കണ്ടെത്തിയതിനു ശേഷം ബാക്കിയുള്ളവരെ കൊല്ലാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ് സിറിസോവ പറയുന്നത്.
പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിനിടയിൽ അവരിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് മൊണാർക്കിന്റെ തന്നെ കടലിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഔട്ട് പോസ്റ്റിലേക്കാണ്. അങ്ങനെ അവർ വേഗം തന്നെ അതിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം അവരെല്ലാവരും കൂടെ അവിടെ ഒരു മീറ്റിംഗ് കൂടിയിരിക്കുകയാണ്. അവർ ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അതായത് എമ്മയെയും മാഡിസനെയും തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് അലൻ എന്നു പേരുള്ള ഒരാളാണ്. അയാൾ ബ്രിട്ടീഷ് ആർമിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളായിരുന്നു. അവിടെ നിന്ന് റിട്ടയർ ആയതിനു ശേഷം അയാൾ ഇപ്പോൾ ഒരു പരിസ്ഥിതി ടെററിസ്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ പരിസ്ഥിതിയെ മൊത്തം ആദ്യകാലത്തേതുപോലെ ആക്കി മാറ്റാനാണ് അയാൾ ശ്രമിക്കുന്നത്. അതിന് ഒരുപാട് പൈസ ചെലവുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലുള്ള ടൈറ്റനുകളുടെ DNA ഒക്കെ മറച്ചു വെക്കുക എന്നതാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. അയാൾ അവിടെ ആക്രമണം നടത്തി കഴിഞ്ഞപ്പോൾ ആ മോത്ര എന്ന് പറയുന്ന ജീവി അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ചെന്നിട്ട് അവിടെ വീണ്ടും കൊക്കൂൺ ചെയ്തിരിക്കുകയാണ്. ഒരുപക്ഷെ അയാൾ ഇപ്പോൾ തേടി പോയിരിക്കുന്നത് ആ ജീവിയായിരിക്കും. നമുക്ക് ഉടനെ തന്നെ ഒരു ടീമായിട്ട് ആ ജീവിയെ ട്രാക്ക് ചെയ്തിട്ട് പോവാം എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേട്ടതിന് ശേഷം അതിന് മറുപടി പറയുന്ന മാർക്കാണ്. നിങ്ങളുടെ ഈ ധാരണകളൊക്കെ തെറ്റാണ്. ആ ഓർക്ക എന്ന് പറയുന്ന ഡിവൈസും പിന്നെ എമ്മയും ഉള്ളപ്പോ എന്തിനാണ് ഇതുപോലൊരു ജീവിയുടെ പുറകെ അയാൾ പോകുന്നത്? ഇതിനെക്കാട്ടും വലിയ ജീവികളെ നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അതിലേതെങ്കിലും ഒരെണ്ണത്തിനെ ആയിരിക്കും അവൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴീ മോത്രയെ കാണിച്ചിട്ട് നമ്മളെ അതിന് നേരെ വഴിതിരിച്ചു വിടാനാണ് അവൻ ശ്രമിക്കുന്നത്. അവന്റെ ഉദ്ദേശം വേറെ ഏതോ വലിയ ജീവിയാണ് എന്നൊക്കെയാണ് മാർക്ക് പറയുന്നത്. ഇതേ സമയം തന്നെ ആ അലൻ ആണെങ്കിൽ മാഡിസിനെയും എമ്മയും കൊണ്ട് നേരെ പോകുന്നത് അന്റാർട്ടിക്കയിലുള്ള മൊണാർക്കിന്റെ ഒരു ഔട്ട് പോസ്റ്റിലേക്കാണ്. അതിനകത്ത് വലിയൊരു ജീവി അവർ പിടിച്ചു വെച്ചിട്ടുണ്ട്. മോൺസ്റ്റർ സീറോ എന്നാണ് അവരതിന് പേരിട്ടിരിക്കുന്നത്. ആ ജീവിയാണ് അവർ പിടിച്ചു വെച്ചതിൽ വെച്ചിട്ട് ഏറ്റവും വലുത്. അതിനെ പുറത്ത് ചാടിക്കാനാണ് ഈ അലൻ ശ്രമിക്കുന്നത്. അതിനിപ്പോൾ വെച്ചിരിക്കുന്നത് ഒരു ഐസിന്റെ ഉള്ളിലാണ്. ആ ഐസ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അവർ വേഗം തന്നെ അവിടെയൊക്കെ ബോംബുകൾ സ്ഥാപിക്കാൻ തുടങ്ങി. ഈ സമയം അയാളുടെ നിർദ്ദേശപ്രകാരം എമ്മയാണെങ്കിൽ ആ ജീവിയുടെ ഫ്രീക്വൻസി ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഫ്രീക്വൻസി ഒക്കെ പുറത്തേക്ക് വരുമ്പോൾ കടലിലുള്ള ആ ഔട്ട് പോസ്റ്റിൽ ഒരു കുലുക്കം അനുഭവപ്പെടാൻ തുടങ്ങി. അവർ നോക്കുമ്പോൾ അത് ഗോഡ്സില്ലയാണ്. കടലിനകത്ത് ഇവർ ഈ ഔട്ട് പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത് ഗോഡ്സില്ലയെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഇരുന്നുകൊണ്ട് ഗോഡ്സില്ലയുടെ എല്ലാ മൂവ്മെന്റ്സും അവർക്ക് വാച്ച് ചെയ്യാൻ സാധിക്കും. ഈ ഒരു അവസരത്തിൽ അവർ ചെക്ക് ചെയ്യുമ്പോൾ ഗോഡ്സില്ലയുടെ ഹൃദയമിടിപ്പൊക്കെ നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതിപ്പോൾ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഗോഡ്സില്ല ഇത്രയും വെപ്രാളം കാണിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ഗോഡ്സില്ലയുടെ ആ വെപ്രാളമൊക്കെ നിൽക്കുന്നുണ്ട്. അതിന്റെ കാരണം അവന്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യരൊന്നും അവനൊരു ഭീഷണിയല്ല എന്നുള്ള കാര്യത്തിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിപ്പോ ശാന്തനായിരിക്കുന്നത്. അവർ വേഗം തന്നെ അവരുടെ ആ ഔട്ട് പോസ്റ്റിന്റെ ഷട്ടറുകൾ തുറക്കുന്നു. ഈ സമയം ഗോഡ്സില്ല അങ്ങോട്ട് വരുന്നത് അവിടെയുള്ള ഗ്ലാസ്സിലൂടെ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ പതുക്കെ അവരെ തന്നെ വീക്ഷിച്ചുകൊണ്ടാണ് അവൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം അവിടെയുള്ള എല്ലാവരെയും ഒന്ന് നോക്കിയതിനു ശേഷം പെട്ടെന്ന് അവൻ അവന്റെ റൂട്ട് മാറ്റി അവിടെ നിന്ന് പോവാണ്. വളരെ വേഗത്തിലാണ് അവൻ പിന്നീട് യാത്ര ചെയ്തത്. എങ്ങോട്ടാണ് അവൻ പോയിരിക്കുന്നത് എന്നവർക്ക് മനസ്സിലാവുന്നില്ല. സാധാരണ അവന്റെ സഞ്ചാരപഥങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ വഴിക്കൊന്നുമല്ല അവൻ പോയിരിക്കുന്നത്. അതിൽ നിന്നും അവൻ മറ്റെന്തോ തേടി പോയിരിക്കുകയാണ് എന്ന കാര്യം മാർക്കിന് മനസ്സിലായി. ഒരുപക്ഷെ അവൻ ആ ഓർക്കയിൽ നിന്നുള്ള സിഗ്നൽ കിട്ടിക്കാണും. നമുക്ക് അവന്റെ പുറകിൽ പോയി കഴിഞ്ഞാൽ ആ ഓർക്ക എവിടെയാണെന്ന് കണ്ടുപിടിക്കാം എന്നൊക്കെയാണ് മാർക്ക് പറയുന്നത്. അങ്ങനെ അവർ ആ സിഗ്നലൊക്കെ ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ ഗോഡ്സില്ല ഇപ്പോൾ പോയിരിക്കുന്നത് അന്റാർട്ടിക്കയിലേക്കാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അവർ പെട്ടെന്ന് തന്നെ അന്റാർട്ടിക്കയിലേക്ക് പുറപ്പെടുകയാണ്. പോകുന്ന വഴിക്ക് അന്റാർട്ടിക്കയിൽ അവർ പിടിച്ചു വെച്ചിരിക്കുന്ന ആ ജീവിയെ കുറിച്ചിട്ടൊക്കെ അവർ മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ വളരെ അടുത്ത കാലത്താണ് ആ ജീവി അവർക്ക് കണ്ടെത്താൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടിയിട്ടില്ല. എമ്മ അതിനെ വിളിച്ചിരുന്നത് മോൺസ്റ്റർ സീറോ എന്നാണ്. ഒരുപക്ഷെ ആദ്യകാലങ്ങളിൽ ഗോഡ്സില്ലയ്ക്ക് എതിരാളിയായിട്ട് നിന്ന മറ്റൊരു ഘോര മൃഗമായിരിക്കും അത്. അതായത് മറ്റ് മോൺസ്റ്റേഴ്സിന്റെ മേലെ ആധിപത്യം കാണിക്കാൻ ശ്രമിച്ചിരുന്ന ഒരു മൃഗം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള പല ഐതിഹ്യങ്ങളും ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഈ മൃഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ പേടി കാരണം ഇതിനെക്കുറിച്ചൊന്ന് എഴുതാൻ പോലും ആരും ശ്രമിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ മാർക്കിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അവരുടെ ഈ സംസാരത്തിന്റെ ഇടയിൽ മറ്റൊരു പട്ടാളക്കാരൻ അങ്ങോട്ട് വന്ന് സംസാരിക്കാൻ തുടങ്ങി. അയാളാണ് ഗോഡ്സില്ല ഇത്രയും നേരം ട്രാക്ക് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പം ഗോഡ്സില്ലയെ കാണാനില്ല. അവൻ പെട്ടെന്ന് ഇങ്ങോട്ട് അപ്രത്യക്ഷമായി എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ അന്റാർട്ടിക്കയിൽ ആ ബേസിലെത്തി. എല്ലാവരും വേഗം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. പട്ടാളക്കാരാണ് ആദ്യ ബേസിന്റെ അകത്തേക്ക് ചെല്ലുന്നത്. അവരതിന്റെ അകത്തേക്ക് കയറുമ്പോഴേക്കും ആ അലന്റെ ആളുകളൊക്കെ ആ പട്ടാളക്കാർക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. കുറച്ച് സമയം അവിടെ ഒരു കിടിലൻ ഷൂട്ട് ഔട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ മാർക്കും വേഗം തന്നെ ഒരു തോക്കെടുത്ത് അതിന്റെ അകത്തേക്ക് കയറുന്നു. അങ്ങനെ അയാൾ നേരെ ഓടിച്ചെല്ലുന്നത് എമ്മയുടെയും മാഡിസന്റെയും മുന്നിലേക്കാണ്. അവരുടെ കൂട്ടത്തിൽ ആ അലനും നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് ചെന്ന ഉടനെ തന്നെ മാർക്ക് അവരോട് അയാളുടെ അടുത്തേക്ക് വരാൻ പറയുന്നു. മാഡിസൺ അയാളുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എമ്മ അതിന് സമ്മതിക്കുന്നില്ല. അവൾ മാഡിസനെ തടഞ്ഞു നിർത്തുകയാണ്. അതിനുശേഷം അവളുടെ കയ്യിലുള്ള ഒരു റിമോട്ടിൽ വിരലമർത്തുന്നു. അതോടൊപ്പം തന്നെ ആ ഐസിൽ വെച്ചിരിക്കുന്ന ബോംബൊക്കെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ അവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും ചെതറി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അലനും കൂട്ടരും വേഗം തന്നെ ആ ബേസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം എമ്മയും മാഡിസനെയും കൂട്ടിയിട്ട് അവർ നേരെ ചെല്ലുന്നത് അവരുടെ ഹെലികോപ്റ്ററിന്റെ അകത്തേക്കാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ആ ഹെലികോപ്റ്റർ ഉയർന്നു പൊങ്ങാൻ തുടങ്ങി. അത് അവിടെ നിന്ന് മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ അലൻ എമ്മയ്ക്ക് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. അതായത് ഉടനെ തന്നെ ആ മോൺസ്റ്റർ സീറോ എന്ന് പറയുന്ന ജീവിയെ ഉണർത്താനാണ് അയാൾ ഇപ്പോൾ അവളോട് പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവൾ ആ ഓർക്കയുമായിട്ട് വേഗം അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. ഇതേ സമയം തന്നെ
മാർക്കും കൂട്ടരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്. അപ്പോഴേക്കും ആ ബേസ് മൊത്തം തകർന്നു പോയി കഴിഞ്ഞിരുന്നു. അതിങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീണോണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട് കുറെ പട്ടാളക്കാരും താഴേക്ക് വീഴുന്നുണ്ട്. ബാക്കിയുള്ളവരാണെങ്കിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് എമ്മയാണെങ്കിൽ ആ കമ്പ്യൂട്ടർ ഓണാക്കുന്നത്. അവൾ ആ മോൺസ്റ്റർ സീറോനെ ഉണർത്താൻ വേണ്ടിയിട്ട് ഓരോ തരംഗങ്ങൾ അയക്കാൻ തുടങ്ങി. അങ്ങനെ ആ ശബ്ദമൊക്കെ അവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരിക്കുന്ന ആ കുഴിയിൽ നിന്നും വലിയ രീതിയിലുള്ള ലൈറ്റൊക്കെ അങ്ങോട്ട് വരുന്നത്. അത് ആ ജീവിയായിരുന്നു. അത് ഉണർന്നിരിക്കുകയാണ്. അത് പതുക്കെ പതുക്കെ മുകളിലേക്ക് ഉയർന്നു വരാൻ തുടങ്ങി. 3 തലകളുള്ള ഒരു ഡ്രാഗൺ പോലിരിക്കുന്ന ഒരു ജീവിയാണത്. അതിന്റെ ആ രൂപമൊക്കെ കണ്ട് അവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും ആകെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ ആ ജീവി അവിടെയുള്ള മുഴുവൻ ആളുകളെ ആക്രമിക്കാൻ തുടങ്ങി. അത് കാണുന്ന മാർക്കും കൂട്ടരും വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് അവരുടെ പുറകെ തന്നെ വരുന്നത് കാണുമ്പോൾ പട്ടാളക്കാരെല്ലാം തിരിഞ്ഞു നിന്നിട്ട് അതിന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത്രയും വലിയ ജീവിയെ ഷൂട്ട് ചെയ്തിട്ട് അതിനെന്ത് പറ്റാനാണ്? ഈ സമയം മാർക്കാണെങ്കിൽ വേഗം തന്നെ ഓടി ചെന്നിട്ട് ആ മൊണാർക്കിന്റെ ഹെലികോപ്റ്ററിന്റെ അകത്തേക്ക് കയറുന്നു. ഈ സമയവും ആ പട്ടാളക്കാരെല്ലാം ആ ജീവിക്ക് നേരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ആ ജീവി അവിടെ നിന്ന് മുകളിലേക്ക് ഉയർന്നു പൊങ്ങുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ 3 കഴുത്തിലും വെളിച്ചം കാണുന്നുണ്ട്. അത് ഫയർ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. പെട്ടെന്ന് തന്നെ അത് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഫയർ ചെയ്യുന്നു. അതിൽപ്പെട്ട് ആ പട്ടാളക്കാരെല്ലാം പൊടിഞ്ഞു പോവാണ്. അങ്ങനെ ആ ജീവി മാർക്കും ടീമും ഇരിക്കുന്ന ആ ഹെലികോപ്റ്ററിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതിന്റെ ആ ആക്രമണത്തിൽ ആ ഹെലികോപ്റ്ററിന്റെ പല ഭാഗങ്ങളും തകർന്നു പോകുന്നുണ്ട്. ഈ സമയത്താണ് മറ്റൊരു ശബ്ദം കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ജീവിയുടെ ശ്രദ്ധ ആ ഹെലികോപ്റ്ററിൽ നിന്ന് മാറുന്നു. അത് ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അത് ഗോഡ്സില്ലയുടെ വരവായിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ ആ ഐസ് എല്ലാം തകർത്തിട്ട് മുകളിലേക്ക് ഉയർന്നു പൊങ്ങാണ്. അതെല്ലാം കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് മാർക്കും കൂട്ടരും. അങ്ങനെ ഗോഡ്സില്ല നേരെ ചെല്ലുന്നത് ആ മോൺസ്റ്റർ സീറോയുടെ അടുത്തേക്കാണ്. ആ മോൺസ്റ്റർ സീറോ ആണെങ്കിൽ ഗോഡ്സില്ലയെ കണ്ടിട്ട് വളരെ ദേഷ്യത്തോടെ അതുമായിട്ടുള്ള ഒരു ആക്രമണം നടത്താൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ഗോഡ്സില്ല ഉറക്കെ അലറാൻ തുടങ്ങി. അത് കാണുന്ന ആ ജീവിയും വെറുതെ നിൽക്കുന്നില്ല. അതും അലറിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഗോഡ്സില്ല ആ ജീവിയും തമ്മിൽ നല്ല അടിപൊളി ഒരു ഫൈറ്റ് നടക്കാൻ തുടങ്ങി. ഗോഡ്സില്ല ആണെങ്കിൽ അതിന്റെ ഓരോ തലയിലും പിടിച്ചിടിച്ചോണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പെട്ടിട്ട് മാർക്കും കൂട്ടരും ഇരിക്കുന്ന ആ ഹെലികോപ്റ്ററൊക്കെ അവിടെ നിന്ന് തെറിച്ചു പോകുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഫൈറ്റ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ മാർക്കും ടീമും വേഗം തന്നെ ആ ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. പെട്ടെന്നാണ് ആ ജീവി ഗോഡ്സില്ല ഇടിച്ച് തെറിപ്പിക്കുന്നത്. പക്ഷെ ഗോഡ്സില്ല തളർന്നിട്ടൊന്നുമില്ല. അവൻ വീണ്ടും എഴുന്നേറ്റ് ചെന്നിട്ട് അതുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയം ആ ജീവി അവന് നേരെ ഫയർ ചെയ്യുന്നുണ്ട്. അത് കാണുന്ന ഗോഡ്സില്ല വെറുതെ ഇരിക്കുമോ? അവനും വളരെ ശക്തമായിട്ട് തന്നെ അതിന് നേരെ ഫയർ ചെയ്യാണ്. അങ്ങനെ അവർ തമ്മിൽ തീ വെച്ചാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഗോഡ്സിലേക്ക് അധിക സമയം ആ ജീവിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അതിന്റെ ആ ഫയറിംഗിൽ പെട്ട് ഗോഡ്സില്ല നേരെ അവിടുത്തെ ഐസൊക്കെ പൊളിച്ച് താഴേക്ക് വീണു പോവാണ്. ഈ സമയം ആ ജീവി മാർക്കിന്റെയും കൂട്ടരുടെയും നേർക്കാണ് തിരിയുന്നത്. പക്ഷെ അത് അവരെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പേ മിലിറ്ററിക്കാരെല്ലാവരും അങ്ങോട്ട് പറന്നു വരുന്നുണ്ട്. അതിനുശേഷം ആ ജീവിക്ക് നേരെ മിസൈൽ അയക്കാൻ തുടങ്ങി. അങ്ങനെ ആ മിസൈലൊക്കെ ആ ജീവിയുടെ ദേഹത്തേക്ക് വന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ഗോഡ്സില്ല അവിടെ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട്. അത് വീണ്ടും ആ ജീവിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ആ ജീവി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പറന്നു പോവാണ്. അത് കണ്ട് വളരെ നിരാശയോടെ അലറിക്കൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് ഗോഡ്സില്ല. അങ്ങനെ മാർക്കും കൂട്ടരും അവരുടെ ബേസിൽ തന്നെ തിരിച്ചെത്തി. അവരെല്ലാവരും കൂടെ ഇപ്പോൾ ആ 2 ജീവികളെയും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗോഡ്സില്ലയെ കുറിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ അർജന്റീനയിലേക്കാണ് പോയിരിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. എന്നാൽ മോൺസ്റ്റർ സീറോ ആണെങ്കിൽ നേരെ ബ്രസീലിലേക്കാണ് പോയിരിക്കുന്നത്. അവിടുത്തെ ഏതോ ഒരു സ്റ്റോമിന്റെ അകത്താണ് ഇപ്പോൾ ആ മോൺസ്റ്റർ സീറോ ഇരിക്കുന്നത്. ഇതൊന്നും കൂടാതെ എമ്മയുടെ കാര്യത്തിലും അവർക്ക് ചെറിയൊരു ഡൗട്ടൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എമ്മയെ ആരും തട്ടിക്കൊണ്ടുപോയതല്ല. അവളാണ് ഇപ്പൊ ഈ ജീവികളെല്ലാം തുറന്നു വിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും എമ്മ അങ്ങനെ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് അവരിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് എമ്മ അവരെ ഒരു വീഡിയോ കോൾ വിളിക്കുന്നത്. അവൾ എന്തിനാണ് ആ ജീവികളെ തുറന്നു വിട്ടിരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അവൾ ആ അലൻ തട്ടിക്കൊണ്ടുപോയതൊന്നുമല്ല. അവളും അലനും കൂടെ ചേർന്നിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കിയതാണ്. അതായത് അവൾ ഈ മോൺസ്റ്ററുകളെ കുറിച്ചിട്ട് കുറെ കാലം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും എന്തിനാണ് അവറ്റകൾ ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതായത് മനുഷ്യരായിരുന്നല്ലോ ഭൂമിയുടെ മുഴുവൻ ആധിപത്യം നേടിയെടുത്തത്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ഓവറായിട്ട് ജനപ്പെരുപ്പമുണ്ടായി. ഈ ഭൂമി മൊത്തം മനുഷ്യരുടെ പ്രവൃത്തിയാൽ മലിനമാകാൻ തുടങ്ങി. ഇനിയും അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യർ കാരണം മനുഷ്യർക്കൊരു കൂട്ട വംശനാശം സംഭവിക്കാൻ പോവാണ്. മാത്രമല്ല ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും. ഈ ജീവികൾ വെളിയിൽ വന്നെങ്കിൽ മാത്രമേ പഴയതുപോലെ ഈ ഭൂമിയുടെ ആധിപത്യം അവർക്കെടുക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഈ ഭൂമിനെ നയിക്കേണ്ടത് ആ ജീവികളാണ്. നമ്മൾ അവരുടെ കൂടെ അങ്ങ് ജീവിച്ചു പോയാൽ മാത്രം മതി. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഈ മനുഷ്യരാശി ഇവിടെ നിലനിൽക്കത്തുള്ളൂ. ഈ ഒരു കാരണം കൊണ്ടാണ് ആ ജീവികളെല്ലാം ഞാൻ തുറന്നു വിട്ടത്. ഇനിയും ബാക്കിയുള്ള ജീവികളൊക്കെ ഞാൻ തുറന്നു വിടാൻ പോവാണ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എവിടേക്കെങ്കിലും പോയി ഒളിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആ കോള് കട്ട് ചെയ്യാണ്. അവളുടെ ആ തീരുമാനമൊക്കെ കേട്ടിട്ട് ബാക്കിയുള്ളവരാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ അടുത്തതായിട്ട് അവൾ തുറന്നു വിടുന്നത് ഒരു അഗ്നിപർവ്വതത്തിന്റെ അകത്ത് പൂട്ടി വെച്ചിരിക്കുന്ന
മറ്റൊരു മോൺസ്റ്ററിനെയാണ്. അതൊരു പക്ഷിയാണ്. അതിങ്ങനെ പതുക്കെ പതുക്കെ ആ പർവ്വതത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങി. അതൊക്കെ കണ്ട് മാർക്കും കൂട്ടരുമാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയത്താണ് അവർക്കൊരു മെസ്സേജ് വരുന്നത്. അതിൽ നിന്നും ആ മോൺസ്റ്റർ സീറോ എന്ന് പറയുന്ന ആ ഡ്രാഗൺ ആ റോഡാന്റെ അടുത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഈ സമയം പട്ടാളക്കാരെല്ലാം ആ പക്ഷിയെ ആക്രമിക്കാൻ വേണ്ടി പല പല ജെറ്റ് വിമാനത്തിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവരെല്ലാവരും ആ പക്ഷിയെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ റോഡാനാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആ ജെറ്റ് വിമാനങ്ങളെല്ലാം ഇടിച്ച് തെറിപ്പിക്കാൻ തുടങ്ങി. അതിങ്ങനെ വായുവിൽ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചിറക് തട്ടിയിട്ട് എല്ലാ ജെറ്റ് വിമാനങ്ങളും അവിടെ നിന്ന് തെറിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ജെറ്റ് വിമാനങ്ങളൊക്കെ തട്ടി തെറിപ്പിച്ചിട്ട് അത് വേഗം മുന്നോട്ട് പറക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ആ മോൺസ്റ്റർ സീറോ അങ്ങോട്ട് വരുന്നത്. അത് ആ പക്ഷിയെ കണ്ട് ഉറക്കെ അലറാൻ തുടങ്ങി. ആ പക്ഷിയാണെങ്കിൽ ആ മോൺസ്റ്റർ സീറോയുടെ അടുത്തേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ രണ്ട് മോൺസ്റ്റേഴ്സും തമ്മിൽ പരസ്പരം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആ പക്ഷിക്കാണെങ്കിൽ ആ മോൺസ്റ്റർ സീറോനെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ അവൻ ആ റോഡാനെ ഇടിച്ച് കടലിലേക്ക് ഇടുന്നു. ഇതേ സമയം തന്നെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് സിർസോവയും കൂട്ടരും. അതിനിടയിൽ ആ ജനറൽ അവരെ വീഡിയോ കോളിൽ വിളിക്കുന്നുണ്ട്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജീവികളെ ഇല്ലാതാക്കാൻ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതിനുവേണ്ടി ഞങ്ങൾ പുതിയൊരു മിസൈൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിന്റെ പേര് ഓക്സിജൻ ഡെസ്ട്രോയർ എന്നാണ്. അത് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ 2 മൈൽ ചുറ്റളവിലുള്ള എല്ലാ ജീവജാലങ്ങളും മരിക്കും. ആ മോൺസ്റ്റേഴ്സും അതിൽപ്പെട്ട് മരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടെ നിന്ന് മാറണം എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ സിർസോവയ്ക്ക് ദേഷ്യമാണ് വരുന്നത്. നിങ്ങൾ എന്തിനാണ് ഗോഡ്സില്ലെ ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കുന്നത്? നമ്മൾ അവനിൽ വിശ്വസിക്കുകയാണ് വേണ്ടത്. ആ ജീവികളുടെ കാര്യമൊക്കെ അവൻ നോക്കിക്കോളും എന്നൊക്കെയാണ് സിർസോവ് പറയുന്നത്. ഇത് നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ. എന്നിട്ട് എന്താണ് ഇവിടെ നടക്കുന്നത്? നമ്മുടെ ജനങ്ങൾ എത്ര പേരാണ് മരിക്കുന്നത് എന്നും നിങ്ങൾ കാണുന്നില്ലേ? അതുകൊണ്ട് ഇനി നിങ്ങളൊന്നും പറയണ്ട. ഞങ്ങൾ ആ മിസൈൽ വിക്ഷേപിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ആ കോള് കട്ട് ചെയ്യുന്നു. ഈ സമയത്താണ് ആ മോൺസ്റ്റർ സീറോ അങ്ങോട്ട് പറന്നു വരുന്നത്. അതങ്ങോട്ട് വന്ന ഉടനെ തന്നെ ഗൂഡ്സിലെ പെട്ടെന്ന് അതിന് നേരെ ചാടി വീഴുന്നു. അതിനുശേഷം അതുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. കുറെ നേരം ആ ഫൈറ്റ് നടക്കുന്നുണ്ട്. അതിനിടയിൽ ഗോഡ്സിലെ ആണെങ്കിൽ ആ ജീവിയുടെ ഒരു കഴുത്ത് കടിച്ചെടുക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് ആ പട്ടാളക്കാരുടെ മിസൈൽ അങ്ങോട്ട് വരുന്നത്. അത് അവിടെ വന്ന് വീണിട്ട് ശക്തിയായിട്ട് പൊട്ടിത്തെറിക്കുന്നു. അതിൽപ്പെട്ട് ആ ഏരിയയിലുള്ള മുഴുവൻ മീനുകളും ചത്തുപൊങ്ങിയിട്ടുണ്ട്. പക്ഷെ അവർ പ്രതീക്ഷിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടന്നിരിക്കുന്നത്. ഇവിടെ പണി കിട്ടിയിരിക്കുന്നത് ഗോഡ്സിലേക്കാണ്. ആ മോൺസ്റ്റർ സീറോന് ഒന്നും പറ്റിയിട്ടില്ല. അതിങ്ങനെ കടലിൽ നിന്ന് ഉയർന്നു പൊങ്ങാൻ തുടങ്ങി. അതിനുശേഷം പെട്ടെന്ന് തന്നെ അത് അവിടെ നിന്ന് പറന്നു പോകുന്നു. ഈ സമയം സിർസോവയും കൂട്ടരും ഗോഡ്സിലെ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവർ ചെക്ക് ചെയ്യുമ്പോൾ അവന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല റേഡിയേഷന്റെ അളവും വല്ലാതെ താഴ്ന്നിട്ടുണ്ട്. അവൻ അനക്കമില്ലാതെ പതുക്കെ പതുക്കെ കടലിന്റെ അടിയിലേക്ക് ചെന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കണ്ട് വളരെ നിരാശയിൽ നിൽക്കുകയാണ് എല്ലാവരും. ഈ സമയം തന്നെ ആ മോൺസ്റ്റർ സീറോ ആണെങ്കിൽ ആ പർവ്വതത്തിന്റെ മുകളിലേക്കാണ് പറന്നു പോയിരിക്കുന്നത്. അതിന് മറ്റൊരു കഴിവും കൂടെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു തല ഗോഡ്സില്ല കടിച്ചെടുത്താണല്ലോ. പക്ഷെ അതുകൊണ്ടൊന്നും അതിനൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. ആ തല പോയെങ്കിലും അതിന്റെ സ്ഥാനത്ത് മറ്റൊരു തല വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ തല പൂർണ്ണമായിട്ടും വളർന്നു വന്നു കഴിയുമ്പോൾ അത് ഉച്ചത്തിൽ അലറിക്കൊണ്ട് ആ പർവ്വതത്തിന്റെ മുകളിൽ തന്നെ നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ അരിസോണയിലുള്ള മൊണാർക്കിന്റെ ഒരു ഔട്ട് പോസ്റ്റിൽ നിന്നും മറ്റൊരു ജീവി കൂടെ ഭൂമിക്കടിയിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭീമാകാരനായ ഒരു മോൺസ്റ്റർ തന്നെയായിരുന്നു അത്. അതേപോലെ തന്നെ ജർമ്മനിയിലും ഇതുപോലെ ഒരു ജീവി പുറത്തേക്ക് വരുന്നുണ്ട്. അവിടെയുള്ള വലിയൊരു പർവ്വതം പൊളിച്ചിട്ടാണ് അതിപ്പോ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എമ്മ. ഇപ്പോൾ പുറത്തേക്ക് വന്ന ജീവികളെ ഒന്നും അവള് തുറന്നുവിട്ടതല്ല. അതിന്റെ കാരണം ആ മോൺസ്റ്റർ സീറോ ആണ്. അതുണ്ടാക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് ആ ജീവികളെല്ലാം ഇപ്പൊ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ആ ജീവികളാണെന്നുണ്ടെങ്കിൽ ആ മോൺസ്റ്റർ സീറോയ്ക്ക് മുന്നിൽ വണങ്ങി നിൽക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ എമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. അവൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എല്ലാം ഇപ്പൊ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. ഈ സമയം തന്നെ അവിടെ വെള്ളച്ചാട്ടത്തിൽ നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ജീവി കൊക്കൂൺ ചെയ്തിട്ടില്ലായിരുന്നു. ആ മോത്ര എന്ന് പറയുന്ന ജീവി അതിപ്പോ അതിന്റെ മുട്ടയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിപ്പോ പൂർണ്ണ വളർച്ചയിൽ എത്തി നിൽക്കുകയാണ്. അതൊക്കെ കണ്ട് അവിടുത്തെ ആളുകളെല്ലാം അത്ഭുതത്തോടെ അതിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ മാർക്കും ടീമും കൂടെ ഒരു ചർച്ചയിലാണ്. എന്തുകൊണ്ടായിരിക്കും ആ ഓക്സിജൻ ഡെസ്ട്രോയർ വിക്ഷേപിച്ചിട്ടും ആ മോൺസ്റ്റർ സീറോയ്ക്ക് മാത്രം ഒന്നും പറ്റായിരുന്നത്? മാത്രമല്ല ഗോഡ്സിൽ അതിന്റെ ഒരു തല കടിച്ചെടുത്തിട്ടും മറ്റൊരു തല അതിന് വളർന്നു വരികയും ചെയ്തു. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെയാണ് അവരിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു ലേഡി സംസാരിക്കാൻ തുടങ്ങി. ഇവളാണ് ആ വ്യാളിയെ കുറിച്ചിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അവൾ നടത്തിയ പഠനങ്ങളിൽ നക്ഷത്രങ്ങളിൽ നിന്നും ഭൂമിയിലേക്ക് വന്നു വീണ ഒരു വ്യാളിയെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒരു ഏലിയൻ ഡ്രാഗൺ. അതാണ് ഈ മോൺസ്റ്റർ സീറോ. അതിന്റെ യഥാർത്ഥ പേര് ഗിഡോറ എന്നാണ്. എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ പറയുന്നത്. അങ്ങനെ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന ജീവികളെല്ലാം കൂടെ ചേർന്നിട്ട് ഭൂമിയിൽ മൊത്തം നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ ആ ജനറൽ ഇപ്പൊ ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചിട്ടുണ്ട്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവികളെല്ലാം തോന്നിയ പോലെയാണ് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാരണം ലോകം മൊത്തം ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇവറ്റകളൊക്കെ നടക്കി നിർത്തുക എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ മാർക്കാണ് അതിന് മറുപടി പറയുന്നത്. ഈ ജീവികളൊന്നും തന്നെ അവരുടെ ഇഷ്ടത്തിനല്ല പ്രവർത്തിക്കുന്നത്. അവറ്റകളെല്ലാം അവരുടെ ആൽഫയുടെ ആജ്ഞയാണ് അനുസരിക്കുന്നത്. അവരുടെ ആൽഫ എന്ന് പറയുന്നത് ആ ഗിഡോറയാണ്. അതുകൊണ്ട് തന്നെ അവനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജീവികളെല്ലാവരെയും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അവനെ പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ അത് ഗോഡ്സിലേക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. ഗോഡ്സില്ല ആണെങ്കിൽ നമ്മൾ കൊല്ലുകയും ചെയ്തു. ഇനിയിപ്പോ
എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല എന്നൊക്കെയാണ് മാർക്ക് പറയുന്നത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ മൊത്തത്തിൽ ഒരു വെളിച്ചം വരുന്നത്. അവർ നോക്കുമ്പോൾ അത് ആ മോത്രയായിരുന്നു. അത് അങ്ങോട്ട് വന്നിട്ട് കടലിന്റെ അടിയിലേക്ക് നോക്കി എന്തോ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മോത്രയെ മോൺസ്റ്ററുകളുടെ റാണിയായിട്ടാണ് അവർ വിശേഷിപ്പിക്കുന്നത്. അതിപ്പോ മോൺസ്റ്ററുകളുടെ രാജാവിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് ഗോഡ്സില്ലയെ. അതൊക്കെ നോക്കിക്കൊണ്ട് അത്ഭുതത്തോടെ അവിടെ തന്നെ നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ മോത്ര ആ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഗോഡ്സില്ല അതിനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സിഗ്നലൊക്കെ അവർക്കിപ്പോ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അവനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന സിഗ്നലൊന്നും അങ്ങോട്ട് വരുന്നില്ല. എന്തായാലും ഒരു കാര്യം അവർക്ക് മനസ്സിലായി, ഗോഡ്സില്ല ഇതുവരെയായിട്ടും മരിച്ചിട്ടില്ല. അവൻ തളർന്നു കിടക്കുകയാണ്. അവനെ എഴുന്നേൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇനി ആകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത് മാർക്കാണ്. അതായത് കടലിന്റെ അടിയിൽ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഒരു ന്യൂക്ലിയർ ബോംബ് പൊട്ടിക്കുക. ആ ഒരു ശക്തിയിൽ അവൻ തീർച്ചയായിട്ടും എഴുന്നേറ്റ് വരും എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ അവർ ആ ന്യൂക്ലിയർ ബോംബുമായിട്ട് ഒരു അന്തർവാഹിനിയിലാണ് കടലിന്റെ അടിയിലേക്ക് പോകുന്നത്. കുറെ യാത്ര ചെയ്ത് കഴിയുമ്പോഴാണ് പെട്ടെന്നൊരു ചുഴിയിൽ പെട്ടിട്ട് അവരതിന്റെ അകത്തേക്ക് പോകുന്നത്. അങ്ങനെ കുറെ സമയം നിയന്ത്രണമില്ലാതെയാണ് ആ അന്തർവാഹിനി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ അത് കടലിന്റെ അടിത്തട്ടിൽ ചെന്ന് ഇടിക്കുന്നു. എവിടെയാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവർ വേറെ ചില പ്രോബുകളൊക്കെ താഴോട്ട് അയക്കാൻ തുടങ്ങി. അതിപ്പോൾ അവിടെ മൊത്തം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോബുകൾ കാണുന്നതൊക്കെ ആ സബ്മറൈൻ്റെ അകത്തിരുന്നിട്ട് അവർക്കും കാണാൻ സാധിക്കുന്നുണ്ട്. കടലിന്റെ അടിയിലുള്ള മറ്റൊരു ലോകം തന്നെയാണ് അവർ കാണുന്നത്. ഈ ഗോഡ്സില്ലയെ കുറിച്ചിട്ടും അതുപോലുള്ള പല ജീവികളെ കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളും അവിടെയുള്ള കല്ലുകളിലൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ കുറച്ചുകൂടെ പോയി കഴിയുമ്പോൾ ആ ഗോഡ്സില്ലയുടെ റേഡിയേഷന്റെ ഒറിജിൻ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു വിഷ്വല് കാണുമ്പോഴേക്കും ആ പ്രോബുകളെല്ലാം ഓഫായി പോവാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിൽ നിന്ന് ഒരു കാര്യം അവർക്ക് മനസ്സിലായി, ഗോഡ്സില്ല ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു വരുന്നത് ഈ സ്ഥലത്തേക്കാണ്. ഇവിടെ വെച്ചിട്ടാണ് അവൻ അവന്റെ റേഡിയേഷൻ എല്ലാം റീചാർജ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവരിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഗോഡ്സില്ലയുടെ വീട്. പക്ഷെ അവൻ അവിടെ തളർന്നു കിടക്കുന്ന കാരണം അവനിപ്പോൾ ആ റേഡിയേഷൻ റീചാർജ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി അവൻ അങ്ങനെ ചെയ്യുകയാണെങ്കിലും അതിന് ഒരുപാട് ടൈം എടുക്കും. പക്ഷെ അവർക്ക് അത്ര സമയം വെയിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ന്യൂക്ലിയർ ബോംബ് അവിടെ പൊട്ടിച്ചേ പറ്റൂ. എങ്കിലും മറ്റൊരു പ്രശ്നം കൂടെ അവർക്ക് വരുന്നുണ്ട്. അവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ ആ പ്രോബുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ന്യൂക്ലിയർ ബോംബ് അവർക്ക് ആ സബ്മറൈനിൽ നിന്നുകൊണ്ട് ലോഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. ഒരാൾ അതുകൊണ്ട് ഗോഡ്സില്ലയുടെ അടുത്തേക്ക് പോയിട്ട് അവിടെ വെച്ച് പൊട്ടിക്കുകയാണ് വേണ്ടത്. അതൊരു സൂയിസൈഡ് മിഷനാണ്. അതായത് ആ ബോംബ് പൊട്ടുന്നതോടൊപ്പം തന്നെ അയാളും മരിക്കും. ഇതല്ലാതെ അവരുടെ മുമ്പിൽ മറ്റൊരു മാർഗവുമില്ല. അതെല്ലാം കേൾക്കുമ്പോൾ ആ ജോലി ഞാൻ ചെയ്തോളാം എന്നാണ് സെറിസോവ പറയുന്നത്. തനിക്ക് എന്താ വട്ടാണോ? ആ ബോംബ് പൊട്ടുന്നതിന്റെ കൂടെ താനും മരിച്ചു പോകും എന്നൊക്കെ മാർക്ക് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ എനിക്കറിയാം ഞാൻ മരിക്കുമെന്ന്. പക്ഷെ ഗോഡ്സില്ലയെ ഈ അവസ്ഥയിലാക്കിയത് നമ്മളാണ്. അവനുണ്ടെങ്കിലേ മനുഷ്യരാശിക്ക് ഇനി ഒരു നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് ഈ മിഷൻ ഞാൻ തന്നെ ചെയ്തോളാം എന്നാണ് അയാൾ പറയുന്നത്. അയാൾ അങ്ങനെയൊക്കെ വാശി പിടിക്കുമ്പോൾ അതിന് സമ്മതിക്കാന്നല്ലാതെ ആർക്കും മറ്റൊരു നിവൃത്തിയുമില്ല. ഇതേ സമയം തന്നെ നഗരം മൊത്തം ആ ജീവികൾ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പട്ടാളക്കാരൊക്കെ എന്ത് കാണിച്ചിട്ടും അവറ്റകളെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവരുടെ ആ ആക്രമണമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാഡിസൺ ഒരു കാര്യം ചെയ്യുന്നത്. അവളുടെ അമ്മ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്ന കാര്യം അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആ ഓർക്ക എന്ന് പറയുന്ന കമ്പ്യൂട്ടറൊക്കെ അടിച്ചു മാറ്റിയിട്ട് അവൾ ഇപ്പോൾ ഒരു സിഗ്നൽ കടത്തിവിട്ടിരിക്കുകയാണ്. അത് ആ ജീവികളെ ശാന്തരാക്കാനുള്ള സിഗ്നൽ ആയിരുന്നു. അതിനെ തുടർന്നിട്ടാണ് ആ ജീവികളെല്ലാം ഇപ്പൊ ശാന്തരായിരിക്കുന്നത്. അത് കണ്ട് അവളാണെങ്കിൽ വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ സെറിസോവയാണെങ്കിൽ ആ ബോംബൊക്കെ സെറ്റ് ചെയ്തിട്ട് ഗോഡ്സില്ലയുടെ അടുത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അയാൾ വേഗം തന്നെ എല്ലാവരുടെ അടുത്തും യാത്ര പറയുന്നു. അതിനുശേഷം ആ ബോംബുമായിട്ട് ഗോഡ്സില്ലയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. കുറെ നടന്നതിന് ശേഷം അയാൾ വേഗം ആ ബോംബ് എടുത്തിട്ട് ഗോഡ്സില്ലയുടെ അടുത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ ആ ബോംബിന്റെ ടൈമറൊക്കെ സെറ്റ് ചെയ്തിട്ട് അയാൾ നേരെ ഗോഡ്സില്ലയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവന്റെ മുഖത്തൊന്ന് തൊടുകയാണ്. അതോടൊപ്പം തന്നെ ആ ബോംബ് ശക്തമായിട്ട് പൊട്ടിത്തെറിക്കുന്നു. അതിന്റെ ശക്തമായ വേവ്സ് കിട്ടുമ്പോൾ മാർക്കും ടീമും ഇരിക്കുന്ന ആ സബ്മറൈൻ പുറത്തേക്ക് തെറിച്ചു വീഴുന്നുണ്ട്. അതിപ്പോ നേരെ കടലിന്റെ ഉപരിതലത്തിലേക്കാണ് ചെന്ന് വീണിരിക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും ആ സബ്മറൈനിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഈ സമയമാകുമ്പോഴേക്കും കടലിൽ നിന്നും ആ നീല വെളിച്ചം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഗോഡ്സില്ല പതുക്കെ പതുക്കെ ആ കടലിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു പൊങ്ങാണ്. വന്ന ഉടനെ തന്നെ അവൻ വളരെ ശക്തമായിട്ട് മുകളിലേക്ക് ഫയർ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം എല്ലാവരെയും ഒന്ന് നോക്കി അവൻ വേഗം തന്നെ ആ മോൺസ്റ്റേഴ്സിന്റെ അടുത്തേക്ക് പോകുന്നു. ഇതേ സമയം ആ ഗിഡോറയാണെങ്കിൽ മാഡിസൺ നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. അവളുടെ കയ്യിലാണല്ലോ ആ ഓർക്ക ഇരിക്കുന്നത്. ആ സിഗ്നലും ട്രാക്ക് ചെയ്തിട്ടാണ് ഗിഡോറ വന്നിരിക്കുന്നത്. മാഡിസനെ കാണുമ്പോൾ ഗിഡോറ പെട്ടെന്ന് തന്നെ ആ ബിൽഡിങ്ങിന് നേരെ ഫയർ ചെയ്യാൻ തുടങ്ങി. അത് കാണുന്ന മാഡിസൺ ആണെങ്കിൽ വളരെ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ജീവിയാണെങ്കിൽ അവിടെ മൊത്തം നശിപ്പിക്കുന്നുണ്ട്. അതിൽപ്പെട്ട് മാഡിസൺ പെട്ടെന്ന് താഴേക്ക് തെറിച്ചു വീഴുന്നു. ആ ഓർക്കയെ ഫോളോ ചെയ്തിട്ടാണ് അത് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ വേഗം തന്നെ അതെടുത്ത് വലിച്ചെറിയാണ്. അത് കാണുമ്പോൾ ആ ജീവിയാണെങ്കിൽ അത് ചവിട്ടി പൊട്ടിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അത് വീണ്ടും മാഡിസന് നേരെ ഫയർ ചെയ്യാൻ വേണ്ടി അതിന്റെ തല ഉയർത്തുന്നു. പക്ഷെ അത് ഫയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഗോഡ്സില്ല പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് അതിന് നേരെ ഫയർ ചെയ്യുന്നു. അതിൽപ്പെട്ട് അത് പുറകിലേക്ക് തെറിച്ചു വീഴാണ്. അങ്ങനെ ആ രണ്ട് മോൺസ്റ്റേഴ്സും തമ്മിൽ ഫൈറ്റ് ആരംഭിച്ചു. കുറെ നേരം ആ ഫൈറ്റ് നടക്കുന്നുണ്ട്. ആ ജീവിയാണെങ്കിൽ പല തവണയായിട്ട് ഗോഡ്സില്ല ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോഡ്സില്ല ആണെങ്കിൽ വളരെ ശക്തമായിട്ട് അതിന് നേരെ ഫയർ ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് ആ മോത്ര അങ്ങോട്ട് പറന്നു വരുന്നത്. അതും ഇപ്പൊ ഗോഡ്സില്ലയുടെ കൂടെ കൂടിയിരിക്കുകയാണ്. വന്ന ഉടനെ തന്നെ അത് ആ ഗിഡോറയെ
ഗിഡോറയെ ഇടിച്ച് തെറിപ്പിക്കുന്നു. അതിനുശേഷം അതിന്റെ വെബ് വെച്ചിട്ട് അതിനൊരു ബിൽഡിംഗിൽ ലോക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഗിഡോറയാണെങ്കിൽ ആ വെബ് എല്ലാം പറിച്ചെടുത്തിട്ട് വീണ്ടും അതുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഗിഡോറയും ഗോഡ്സിലയും തമ്മിലുള്ള ഫൈറ്റ് നടക്കുമ്പോഴാണ് ആ റോഡാൻ അങ്ങോട്ട് പറന്നു വരുന്നത്. അതിപ്പോൾ മോത്രയുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരത്തെ ഫൈറ്റിനിടയിൽ മോത്രയാണെങ്കിൽ അതിന്റെ കൊമ്പ് വെച്ചിട്ട് ആ റോഡാന്റെ നെഞ്ചത്തിട്ടൊരു കുത്തു കൊടുക്കുന്നു. ഈ സമയം ഗിഡോറയും ഗോഡ്സിലയും തമ്മിലുള്ള ഫൈറ്റ് നടക്കുകയാണ്. ആ ഫൈറ്റിനിടയിൽ ഗിഡോറയാണെന്നുണ്ടെങ്കിൽ ഗോഡ്സില ഇടിച്ച് താഴേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അത് വീണ്ടും ഗോഡ്സിലയുടെ അടുത്തേക്ക് ചെല്ലുന്നത് കാണുമ്പോൾ പെട്ടെന്ന് മോത്ര ആ ഗിഡോറയുടെ നേർക്ക് പറന്നു ചെല്ലുന്നു. അത് കാണുന്ന ഗിഡോറയാണെങ്കിൽ വളരെ ശക്തമായിട്ട് മോത്രയുടെ നേർക്ക് ഫയർ ചെയ്യാണ്. അതിൽപ്പെട്ട് അവൾ പൂർണ്ണമായിട്ടും കരിഞ്ഞു പോകുന്നു. അതൊക്കെ കണ്ട് ആകെ ദേഷ്യത്തിൽ കടക്കാണ് ഗോഡ്സില്ല. പക്ഷെ അവനിപ്പോൾ എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. ഈ സമയം തന്നെ എമ്മയും കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവളും മാർക്കും മാഡിസനും കൂടെ ഇപ്പോൾ ആ ഫൈറ്റ് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഗോഡ്സില്ല ഇനി രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അവൻ എഴുന്നേറ്റ് വരാൻ ഒരു അവസരം കൊടുക്കണം. അതിന് ആ ഗിഡോറയുടെ ശ്രദ്ധ തിരിക്കുകയാണ് വേണ്ടത്. അതിനുള്ള പരിപാടിയാണ് അവരിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ ചെക്ക് ചെയ്യുമ്പോൾ ആ ഓർക്ക എന്ന് പറയുന്ന കമ്പ്യൂട്ടർ കേടായിട്ടുണ്ട്. എങ്കിലും എമ്മ വേഗം തന്നെ അതെല്ലാം റിപ്പയർ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം അവൾ ഗിഡോറയ്ക്ക് നേരെ ഒരു ഫ്രീക്വൻസി അയക്കുന്നു. ഈ സമയം ഗിഡോറയാണെങ്കിൽ ഗോഡ്സില്ലയെ ചുറ്റി വരിഞ്ഞു കിടക്കുകയാണ്. ആ ഫ്രീക്വൻസി കേൾക്കുമ്പോൾ അത് ഗോഡ്സില്ലയെ വിട്ടിട്ട് നേരെ ആ ഫ്രീക്വൻസിന്റെ പുറകെ പോകുന്നു. അത് കാണുന്ന എമ്മയാണെങ്കിൽ ആ ഓർക്കയുമായിട്ട് അവളുടെ ജീപ്പിൽ കയറിയിട്ടാണ് പോകുന്നത്. ഗിഡോറയാണെങ്കിൽ അവളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഗിഡോറ അവളുടെ ആ ജീപ്പിന് നേരെ ഫയർ ചെയ്യുന്നു. അതിൽപ്പെട്ട് ആ ജീപ്പ് അവിടെ നിന്ന് തെറിച്ചു പോകുന്നു. പക്ഷെ എമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല. അവൾ അതിൽ നിന്ന് താഴെ വീണ് കിടക്കുകയാണ്. ഈ സമയം ആ ഗിഡോറ വീണ്ടും അവളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അത് കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കിടക്കാണ് എമ്മ. പെട്ടെന്നാണ് ഗോഡ്സിൽ അങ്ങോട്ട് വരുന്നത്. അവനിപ്പോ ഫുൾ റേഞ്ചിലാണ് നിൽക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിപ്പോ ജംപ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആ സെറിസോവ പൊട്ടിച്ച ആ ന്യൂക്ലിയർ ബോംബ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മുഴുവൻ എനർജിയും ഇപ്പോൾ അവന്റെ ശരീരത്തിലുണ്ട്. കത്തി ജ്വലിച്ചിട്ടാണ് അവനിപ്പോൾ അവിടെ നിൽക്കുന്നത്. അങ്ങനെ അവൻ അവന്റെ മുഴുവൻ എനർജിയും പുറത്തേക്ക് എടുക്കുകയാണ്. അതിൽ നിന്നും അവിടെ വലിയൊരു പൊട്ടിത്തെറിയാണ് നടക്കുന്നത്. അതിൽപ്പെട്ട് ആ ഗിഡോറയുടെ 2 ചിറകുകളും കരിഞ്ഞു പോകുന്നു. ഈ സമയം ഗിഡോറ അവന് നേരെ ഫയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്രയും കത്തി ജ്വലിച്ച് നിൽക്കുന്ന അവന് അതൊന്നും ഏൽക്കുന്നില്ല. അവൻ വേഗം തന്നെ ചെന്നിട്ട് ആ ഗിഡോറയുടെ നെഞ്ചത്താണ് ചവിട്ടുന്നത്. അതോടൊപ്പം തന്നെ അത് പൂർണ്ണമായിട്ടും പൊട്ടിത്തെറിക്കുന്നു. ഇനിയിപ്പോൾ അവന്റേതായിട്ട് ബാക്കിയുള്ളത് ഒരു തല മാത്രമാണ്. അതും ഗോഡ്സില്ല കടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ തലയും അവൻ ഫയർ ചെയ്ത് കരിച്ചു കളയുന്നു. അങ്ങനെ ആ ഗിഡോറയെ കൊന്നു കഴിയുമ്പോൾ ബാക്കിയുള്ള മോൺസ്റ്റേഴ്സ് എല്ലാം അവന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. പക്ഷെ അത് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മോൺസ്റ്ററുകളുടെ രാജാവായ അവനെ വണങ്ങാൻ വേണ്ടിയിട്ടാണ്. അവരെല്ലാവരും അവരുടെ രാജാവിന്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. അതെല്ലാം കണ്ട് വളരെ അന്തസ്സോടെ മുകളിലേക്ക് നോക്കി അലറിക്കൊണ്ട് നിൽക്കുകയാണ് അവൻ. ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അടുത്ത പാർട്ടായ ഗോഡ്സില്ല വേഴ്സസ് കോങ്ങുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.